ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. സത്യത്തിൽ എന്താ പറ്റിയതെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. 4 വശവും 10 സെന്റിമീറ്ററുള്ള ഇതുപോലെ ഒരു കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ 2 വശവും ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കണം. മടക്കിയതൊക്കെ നിവർത്തിയെടുത്ത് അതിന്റെ ഓരോ മൂലയും സെന്റർ പോയിന്റിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് അതും നിവർത്തി കൊടുക്കുക. ഓരോ മൂലയും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന്റെ മാർക്ക് അനുസരിച്ച് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ മൂലയും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇതിലും ഓരോ മൂലയും സെൻട്രലിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ 4 വശവും ചെയ്തെടുക്കുക. ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ഷേപ്പിലെ സംഭവം കിട്ടും. ഇതുവരെയെല്ലാം വളരെ വളരെ ശരിയായിരുന്നു. പക്ഷെ പിന്നെയാണ് ഞാൻ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഈ പേപ്പർ അല്ല ഇത് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഫിഡ്ജറ്റ് ടോയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ പേപ്പർ ആയിരിക്കണം ഇതിന് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് കൊണ്ട് ഞാൻ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതിന്റെ ഓരോ ഹാർട്ട് ഷേപ്പും ഞാൻ എടുത്തൊന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നും യന്ത്രം വർക്ക് ആവുന്നില്ല ഗൈസ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ എന്റെ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ കട്ടി കുറഞ്ഞ പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ നോക്കുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇതുപോലെ തകരാറില്ലാത്ത ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.